തിരുവോണത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കായിരുന്നു ഇന്ന്. എല്ലായിടത്തും വിവിധയിടങ്ങളിൽ നിന്നും ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്തായാലും മലയാളികൾ അത് ഓണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ്. ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ, ലോകമെങ്ങുമുള്ള മലയാളികൾ ഉത്രാടപ്പാച്ചിലാണ്. അതിന്റെ കാഴ്ച തന്നെ കാലയിൽ നിന്നും കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഓണത്തിനെ വരവേൽക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് മലയാളികൾ ഒന്നാകെ കടന്നിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഉത്രാടപ്പാച്ചിലിന്റെ അവസാന ഘട്ടത്തിലേക്ക് ആളുകൾ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ചാല മാർക്കറ്റിലാണ്. ഈ ചാല മാർക്കറ്റിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ആളുകളുടെ ഒരുക്കങ്ങളൊക്കെ തന്നെയും ഓണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും അവസാന ഘട്ടത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. പൂക്കളായാലും വസ്ത്രങ്ങളായാലും ഇനിയിപ്പോൾ സദ്യ ഒരുക്കാനുള്ള കാര്യങ്ങളായാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി നാളെ ഓണത്തിനുള്ള കാത്തിരിപ്പിന് തന്നെയാണ് ആളുകളൊക്കെ തന്നെയും ഉള്ളത്. അങ്ങനെ ഓണം അത് സമൃദ്ധമായി ആഘോഷമായി കൊണ്ടാടുക എന്നുള്ളത് തന്നെയാണ് മലയാളികൾക്കും ഇനി മുന്നിലുള്ളത്. അങ്ങനെ ഒരു കുടക്കീഴിൽ എല്ലാ സാധനങ്ങളും ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ ചാല മാർക്കറ്റിലേക്ക് ഇത്രത്തോളം ആളുകൾ എത്തിച്ചേരുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നത് തന്നെയാണ്. എന്തായാലും മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. മലയാളികൾ ഉത്രാടപ്പാച്ചിലാണ്. നമ്മളും ആ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം സുലേഖ ശശിമാർ, കൈരളി ന്യൂസ്. കൊച്ചിയിലെ ബ്രോഡ്വേയിലെ ഉത്രാടപ്പാച്ചിൽ, അതിൻ്റെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. നാളെ ഓണം ആഘോഷിക്കുന്നതിനായി ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി ആ ഓണത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഇനി എന്തെങ്കിലും വാങ്ങി തീർക്കാനുണ്ടെങ്കിൽ അതെല്ലാം വാങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഈ ബ്രോഡ്വേയിലെ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത, കൊച്ചിയിലെ ഏറ്റവും തിരക്കുള്ള മാർക്കറ്റാണ്. ഒരുപാട് അല്ലെങ്കിൽ എല്ലാത്തരം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഒരറ്റത്തു നിന്ന് ബ്രോഡ്വേയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, വസ്ത്രങ്ങളും മറ്റ് വീട്ടു സാധനങ്ങളും അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ ഇവിടുന്ന് വാങ്ങാം. പച്ചക്കറികൾ വാങ്ങാം. അങ്ങനെ എല്ലാം വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു എല്ലാ വിധത്തിലുള്ള കടകളുമുള്ള ഒരു സ്ഥാപനമാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് വസ്ത്ര വ്യാപാരശാലകളിലാണ്. ഓണക്കോടി വാങ്ങാനുള്ള അവസാനവട്ട ഒരുക്കമാണ്. ജോലിക്ക് പോയിരുന്നവരൊക്കെ അവസാനം ജോലി കഴിഞ്ഞ് വരുന്ന വഴി വീട്ടിൽ പോകും മുമ്പ് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ നേരത്തെ വീട്ടിലെത്തിയവർ വീട്ടിൽ നിന്ന് കുടുംബങ്ങളെയും കൂട്ടി, കുട്ടികളെയും ഭാര്യയൊക്കെ കൂട്ടി കുടുംബസമേതം കുട്ടികൾക്ക് വസ്ത്രങ്ങൾ വാങ്ങാനുള്ളവരാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. കുട്ടികൾക്ക് വേണ്ട ചെരുപ്പുകൾ, വസ്ത്രങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങി ഇനി വീട്ടിലേക്ക് പോകണം. ഒപ്പം മറ്റു ജില്ലകളിൽ നിന്ന് വന്നവരുണ്ട്. സമീപ ജില്ലകളിൽ നിന്നും ഇവിടെ ബന്ധുവീടുകളിലേക്ക് ഓണാഘോഷത്തിന് എത്തിയവരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ വൈബ് കൊച്ചിയുടെ ഒരുപക്ഷെ ഈ ഉത്രാടപ്പാച്ചിലെന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ തന്നെ ആ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്ക് പൂർണ്ണമായും നമുക്ക് ഈ ബ്രോഡ്വേയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അവസാനവട്ട ഒരുക്കത്തിൽ ഓണം ആഘോഷിക്കാനുള്ള അവസാനവട്ട ലാപ്പിലാണ് കൊച്ചിയിലുള്ള മലയാളികളെല്ലാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് SM സ്ട്രീറ്റിലാണ്. മിഠായി തെരുവ് അറിയപ്പെടുന്ന SM സ്ട്രീറ്റിലാണ് ഇവിടെ നിൽക്കുന്നത്. വൻ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വൻ ജനത്തിരക്കാണ് ഇവിടെ. ധാരാളം പേരാണ് ഇവിടെ എത്തുന്നത്. ഈ മിഠായി തെരുവിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവിടെ കിട്ടാത്ത ഒരു സാധനങ്ങൾ ഉണ്ടാവില്ല. വസ്ത്രങ്ങളായിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, ഫാൻസി ആഭരണങ്ങളായിക്കോട്ടെ, മറ്റെന്ത് പലഹാരങ്ങളായിക്കോട്ടെ, മറ്റെന്തും ഇവിടെ മിതമായ നിരക്കിൽ ലഭിക്കും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ധാരാളം പേരാണ് ഇവിടെ നിൽക്കുന്നത്. പ്രേക്ഷകരുടെ ദൃശ്യങ്ങൾ. ചേച്ചി, എങ്ങനെ ഓണത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയോ? മരുന്നൊക്കെ വാങ്ങിയ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ മിഠായി തെരുവ്? നമുക്കെന്താ പറയാനുള്ളത്? ഓണം നല്ല അടിപൊളി. എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? പച്ചക്കറി മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിയോ? കുറച്ചും കൂടെ വാങ്ങാൻ. എന്താ സ്പെഷ്യൽ? ഓണത്തിന് സദ്യ. സദ്യ നോൺ വെജ്. അതാണ് അതിൻ്റെ ഒരു കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് തന്നെയാണ് എല്ലാ സദ്യൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ നോൺ വെജ്, അതായത് മീൻ കറി ആയിക്കോട്ടെ, മീൻ പൊരിച്ചതാവാം, ചിക്കൻ ആവാം, ബീഫ് വിഭവങ്ങൾ മറ്റെന്തും ആയിക്കോട്ടെ. അതാണ് ഈ കോഴിക്കോട് ജില്ലയുടെ മലബാർ ഭാഗത്തെ ആ സദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. പ്രേക്ഷകർ കാണാം, വൻ ജനപ്രവാഹമാണിത്. ഉത്രാടപ്പാച്ചൽ ആ ഒരു വാക്കിനോട് നീതി പുലർത്തുന്ന രീതിയിൽ അവസാന വട്ടത്തിൽ എന്തൊക്കെ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വിട്ടുപോയതായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒന്ന് കോഴിക്കോട് നഗരത്തിൽ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടേക്കാം എന്ന ഒരു കാരണത്താലാണ് ഇവിടെ പലരും ഇങ്ങോട്ടേക്ക് ഓടി എത്തുന്നത്. ഓണം നമുക്കറിയാം, ഓണത്തിന് ജാതിയില്ല, മതമില്ല. എല്ലാ ജനസമൂഹവും ഒരുപോലെ
ഏറ്റെടുക്കുന്ന ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ കേരളക്കാരെ പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിവിടെ എല്ലാ ആഘോഷവും അങ്ങനെ ഏറ്റെടുക്കും. ആഘോഷങ്ങളിൽ ജാതിയില്ല, മതമില്ല, മറ്റൊന്നുമില്ല. ആഘോഷം തന്നെയാണ് പ്രധാനം. മനുഷ്യ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. പ്രേക്ഷകർക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ വസ്ത്രങ്ങളുടെ കച്ചവടവും നടക്കുന്നു. ചൂടപ്പം പോലെയാണ് വസ്ത്രങ്ങളൊക്കെ വിറ്റ് പോകുന്നത്. പ്രേക്ഷകർക്ക് തന്നെ ദൃശ്യങ്ങളിൽ കാണാം, ധാരാളം പേരാണ് ഇവിടെ വസ്ത്രങ്ങൾ വാങ്ങാൻ വന്നിരിക്കുന്നത്. ഏട്ടാ, കച്ചവടം എങ്ങനെയുണ്ട്? ഉഷാറായിട്ട് പോകണം. ഓ ഉഷാർ, അടിപൊളി, ഗംഭീര, ഹാപ്പി ആയിട്ട് പോകണം. എല്ലാവർക്കും അടിപൊളിയായിട്ട് സാധനം കൊടുക്കുന്നുണ്ട്. അതാണ് എല്ലാവരും ഹാപ്പി ഓണം എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് തന്നെ ആ ഒരു സന്തോഷം വ്യക്തമാണ്. ഇതാ കോഴിക്കോട് കിട്ടുന്ന ചില മധുര പലഹാരങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിനും ആവശ്യക്കാർ ഏറെയാണ്. കോഴിക്കോട് ഹലുവ ആയിക്കോട്ടെ, ലഡു, മറ്റ് എന്തുമായിക്കോട്ടെ, ധാരാളം പേരാണ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയുമുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതകളിൽ ഒന്ന്, അതിൻ്റെ കോഴിക്കോട് മാത്രം കിട്ടുന്ന ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഹൽവ ആയിക്കോട്ടെ, കോഴിക്കോട് ചിപ്സ് ആയിക്കോട്ടെ, ധാരാളം പേരാണ് ഇത് വാങ്ങാനും ഇവിടെ എത്തുന്നത്. ഏതായാലും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടി മലബാർ ഭാഗം, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല ഒരുങ്ങിയിരിക്കുകയാണ്. ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ചേതൻ, സാജൻ, സുലേഖ, ശശികുമാർ, തിയോഫിൻ എന്നിവർ പങ്കുവച്ചത്.